വീണ്ടും വാർത്തകളിലേക്ക്. കണ്ണൂരിൽ +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ദഫ്മുട്ട് പരിശീലനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ദഫ്മുട്ട് പരിശീലനത്തിന്റെ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പരിശീലകൻ പുറത്തുപോയ സമയത്ത് ഈ ദഫ്മുട്ട് ഇതിന്റെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന ഈ അമൻ ജിയാൻ എന്ന് പറയുന്ന കുട്ടി ഇവരോട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുകയും അതിൽ പ്രകോപിതനായ ഈ സീനിയർ വിദ്യാർത്ഥി ഇവരെ മാരകമായി അടിക്കുകയാണ് ചെയ്തത്. അത് അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഫ്മുട്ടിന് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് അതുകൊണ്ടാണ് അടിച്ചത്. മുഖത്ത് കണ്ണിനാണ് അടിച്ചത്. കണ്ണിൽ നല്ല മുറിവുണ്ട്. കണ്ണിൻ്റെ താഴത്തായിട്ട് അത്യാവശ്യം നല്ല ആഴത്തുള്ള മുറിവുണ്ട്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. കണ്ണൂരിൽ നിന്ന് നിഖിൽ, ഈ രക്ഷിതാക്കളുടെ പരാതിയിൽ അധ്യാപകർ ഏതെങ്കിലും തരത്തിൽ നടപടിയിലേക്ക് പോയിട്ടുണ്ടോ? എന്താണ് വിശദാംശം? ഭാഗമായുള്ള ദഫ്മുട്ട് പരിശീലനം നടത്തുന്നതിനിടെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. ഈ +2 വിദ്യാർത്ഥി ആണ് ഈ ഇത്തരത്തിൽ +1 വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്. അമൻ നിയാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് കണ്ണിനും കൺപോളക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ ദഫ്മുട്ട് പരിശീലനത്തിന് താൽക്കാലികമായി ഉപയോഗിച്ചിരുന്നത് ഒരു പ്ലേറ്റ് ആയിരുന്നു. ആ സ്റ്റീൽ പ്ലേറ്റ് കൊണ്ടാണ് അടിച്ചത്. ഇത് അടിക്കുന്ന സമയത്ത് ഈ അമാൻ നിയാസ് ഒരു കണ്ണട ധരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കണ്ണട പൊട്ടിയാണ് അതിന്റെ ഗ്ലാസ് കൊണ്ടാണ് കണ്ണിനും ഒപ്പം തന്നെ കൺപോളക്കും പരിക്കേറ്റിട്ടുള്ളത്. കുട്ടി ഏതായാലും ഇപ്പോൾ കണ്ണൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ചികിത്സകൾ വേണം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏതായാലും പോലീസിലും പരാതി നൽകുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അവർ ആശുപത്രിയിലായതിനാലാണ് പരാതി നൽകാത്തത്. പോലീസിലും ഇക്കാര്യത്തിൽ പരാതി നൽകും എന്നുകൂടി ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ അധികൃതരോടും കർശന നടപടി ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരെയും ബന്ധപ്പെടാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ശരി നിഖിൽ.